അങ്ങേര് ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു സരസ്വതിയായിട്ട് പല്ലുവേദന അല്ല, സരസ്വതിയുമായിട്ട് സഹേ ബഹേ സഹേ അവിഹിത ബന്ധം. ഇതൊക്കെ ഞാൻ എങ്ങനെ പറഞ്ഞിട്ടുണ്ട്? അയ്യോ, സത്യമായിട്ടുമല്ല. സംഭവം എന്ന് പറഞ്ഞാല് ഞാനും സരസ്വതിയും കൂടെ കൊച്ചുനാൾ പോലെ ഒരുമിച്ച് പഠിച്ചതും കളിച്ചതും നടന്നതൊക്കെ. അപ്പൊ ഒരു ദിവസം ഞാൻ ഇവിടെ നിന്ന് 1000 രൂപ കടം മേടിച്ചായിരുന്നു. അപ്പൊ ഞാൻ ഈ നാട്ടിൽ വെച്ച് ഇവളുടെ കൊണ്ട് 1000 രൂപ കൊടുക്കാൻ നേരത്ത് നമ്മുടെ നാട്ടുകാരാ അതും ഇതൊക്കെ അപ്പൊ ഞാൻ നേരെ സരസ്വതിയെ വിളിച്ചിട്ട് പറഞ്ഞു, സരസ്വതിയെ നീ നേരെ നമ്മുടെ കന്യാകുമാരിലേക്ക് ഒന്ന് വരണമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ വെച്ചാൽ നേരത്തെ ആരും കാണത്തില്ല. അങ്ങനെ ഞാൻ ഇവിടുന്ന് 2500 രൂപ ടാക്സിയും വിളിച്ച് അവിടെ ചെന്നപ്പോഴത്തേക്ക് സരസ്വതി കറക്റ്റ് സമയത്ത് വന്നേ. അപ്പൊ അവിടെ മൊത്തം ആൾക്കാരാ. നമുക്ക് അവിടെ വെച്ച് 1000 രൂപ കൈമാറാൻ പറ്റത്തില്ല. 5000 രൂപ കൊടുത്ത് ഞാനൊരു റൂം എടുത്തു. ഈ റൂം എടുത്ത് നേരെ പറഞ്ഞു, സരസ്വതി ദാണ്ട ഞാൻ വാങ്ങിച്ച 1000 രൂപ, ഇനി നമ്മൾ തമ്മിൽ യാതൊരു ഇടപാടും ഇല്ല, ഗുഡ് ബൈ എന്ന് പറഞ്ഞ് കഥകൾ തുറന്നപ്പോഴത്തേക്കും പോലീസ് നിൽക്കുന്നു. വെരി ഗുഡ്. പിന്നെ പോലീസിന് ഒരു 5000 രൂപ കൊടുത്ത് മൊത്തം ഒതുക്കിയിട്ടാണ് പൈസ കൊടുക്കാൻ പോയത്. പൈസ കൊടുക്കാൻ ഇന്ന് ചന്തയിൽ പോയില്ലേ? പോണം. വരുമ്പോ എനിക്ക് എന്തോ കൊണ്ടുവരും. എന്തിനു വേണം? ഒന്നും വേണ്ട, ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ചെല്ലമ്മ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ? എങ്ങനെ അറിഞ്ഞു? ചിമ്മിനി വിളക്കരിയുന്ന കണ്ടു. ആരോ പാടുന്നത് കേട്ടല്ലോ, എഞ്ചിൻ പുരയിൽ. ഞാൻ അറിഞ്ഞില്ലല്ലോ. ഓ, കള്ളം. നല്ല പാട്ടായിരുന്നു. ചുമ്മാ ഒറ്റയ്ക്കിരുന്നപ്പോൾ അറിയാതെ പാടിപ്പോയി. അതിനുശേഷം ഞാൻ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ, അതെന്തിനാണ്? ആ പാർവതികാർ വല്ല ശല്യവും ചെയ്യുന്നുണ്ടോ നോക്കാൻ. എനിക്കും ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ ഒന്നും അങ്ങ് പേടിക്കണ്ട കേട്ടോ. ഞാൻ കുളിക്കട്ടെ.